അപ്പൊ ഹലോ ഗൈസ്, സമയം അതേ രാവിലെ 5:21. ഞാൻ അമ്മ വീട്ടിലാണുള്ളത്. ഇന്ന് തിരിച്ചു പോവാണ്. എനിക്ക് രാവിലെ തന്നെ പോണം. ഞാൻ ഫ്രഷ് ആയി വന്നപ്പോഴത്തേക്ക് ഒരാളതേ നേരത്തെ എണീച്ച് അപ്പവും കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞാണ് ഇത്ര നേരത്തെ എണീക്കേണ്ടതെന്ന്. പക്ഷെ ആള് നേരത്തെ എണീച്ച് എല്ലാം സെറ്റാക്കി. പാവന്തേ ഇരിക്കുന്നത് കണ്ടില്ലേ. ഇനി എന്നെ കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് എണീക്കൂ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ കസേര പട്ടി കയറാതിരിക്കാൻ വെച്ചാണ് കേട്ടോ. ഇന്ന് കോട കുറവാണ്, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. അതേപടി തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ മാറ്റി പോകാൻ റെഡിയായി. ഏകദേശം ഒരാഴ്ച അടുപ്പിച്ചായി ഞാൻ വന്നിട്ട്. പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ പോയിട്ട് ആവശ്യമുണ്ട്. അങ്ങനെ ഷൈമല്യമ്മയുടെ അങ്ങോട്ട് പോയി എല്ലാവരോടും യാത്ര പറഞ്ഞു വന്ന്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ വിനുവിനെയും കൂട്ടി അവൻ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരാന്ന് പറഞ്ഞ് അങ്ങനെ വല്യച്ഛനോടും അമ്മമ്മേനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇതേ നോക്കിയിരിക്കുന്ന കണ്ടില്ലേ. എനിക്കും ഇവിടുന്ന് പോകുന്നത് ഭയങ്കര സങ്കടമാണ്. എന്തായാലും ഇനി കുറച്ച് ദിവസം ഒരു മിസ്സിംഗ് ഉണ്ടാവും. അത് സ്ഥിരമാണ്. ഇവിടെ വന്ന് പോയാൽ അങ്ങനെയാണ്. വിനി എന്നെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോയി. 7:30 അടുപ്പിച്ചായി ബസ് വന്നപ്പോ. ഇത് നേരിട്ട് കോഴിക്കോടേക്കുള്ള ബസ്സാണ്. എന്റെ മുഖത്തിപ്പോഴും അവിടുന്ന് പോകുന്നതിന്റെ ഒരു വിഷമാണ്. എനിക്ക് ആക്സിഡന്റ് പറ്റുന്നവരെ ഒരുവിധം എല്ലാ ആഴ്ചയും ഞാൻ വരാറുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അങ്ങനെ വരാൻ പറ്റാറില്ല. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ചുരം ഇറങ്ങി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഈങ്ങാപ്പുഴ വന്ന് ബസ് ഇറങ്ങി. അപ്പൊ തന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള റോയി ചേട്ടനും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആളുടെ കൂടെ വണ്ടിയിലാണ് വന്നത്. ആളെന്നെ വീടിന് മുന്നിൽ ഇറക്കി തന്നിട്ട് പോയി. ഫൈനലി ഏകദേശം ഒരാഴ്ചക്ക് ശേഷം തിരിച്ച് വീടെത്തി. അപ്പൊ എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഗൈസ്.